ഹലോ, സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഒരു തവി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര സൈഡിൽ നിന്നൊക്കെ മെൽറ്റായി വരട്ടെ. എന്നിട്ട് നമുക്ക് തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, അല്ലാതെ തന്നെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ മെൽറ്റായി വന്നോളും. പിന്നെ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്ക് കറണ്ട് പോയിരുന്നു, അതാണ് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് കുറവ് പോലെ തോന്നുന്നത്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1.5 ലിറ്റർ പാലാണ് ആവശ്യമായിട്ടുള്ളത്. 1.5 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിക്കുമ്പോൾ നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ, കാരമൽ ചെയ്തത്, അതൊന്ന് കട്ടിയായി പോകും. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. പാൽ നന്നായി ചൂടായി വരുമ്പോൾ പഞ്ചസാര കൂടി മെൽറ്റായി വന്നോളും. ഇട്ട് ഇളക്കി എടുക്കണ്ട. നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് നിന്ന് മൊത്തത്തിൽ ഇങ്ങ് പോരും. അപ്പോൾ നമുക്ക് പാൽ തിളച്ച് വന്നതിന് ശേഷം പാലടയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് ബ്രാൻഡിൻ്റെ മിക്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ കട്ടിയായി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ തുടരെ ഇളക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ. ചവ്വരി ഒരു 5 സ്പൂണോളം എടുത്തിട്ട് ഞാനൊന്ന് വേവിച്ച് വെച്ചതാണ്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പാലടയുടെ അടയുണ്ടല്ലോ, അത് ഏകദേശം 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ടാകണം. കാരണം നമ്മൾ വേവിച്ച ചവ്വരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. പഞ്ചസാര നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവായിരുന്നു. അപ്പോൾ മധുരം കൂടി ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരിക്കൽ കൂടി കറണ്ട് പോയതാണ് വീഡിയോയിൽ ഇങ്ങനെ ലൈറ്റ് കുറവ് പോലെ തോന്നുന്നത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടപ്പ് വെച്ചിട്ട് ഞാൻ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്ന് തവി വെച്ച് നല്ലപോലെ ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു കൊതിപ്പിക്കുന്ന ഒരു മണം വരാനുണ്ട് കേട്ടോ. അത്രയേറെ നല്ലൊരു സ്മെല്ലും ആയിരുന്നു, നല്ലൊരു ടേസ്റ്റുള്ള ഒരു പായസം കൂടിയായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ പായസത്തിൻ്റെ മിക്സ് വാങ്ങുമ്പോൾ ചവ്വരി കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പിങ്ക് കളറിലുള്ള പാലട പായസമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് തണുത്തതിന് ശേഷം മാറ്റി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.